നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ മൂന്നാം ഘട്ടത്തിന് തുടക്കം. വിവിധ വാരിയർ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് നൽകി ലോഗോ പ്രകാശനം ചെയ്തു. ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ഡൌണും രാത്രികാല കർഫ്യൂവും തുടരാനും തീരുമാനം. മലപ്പുറത്ത് കോവിഷീൽഡ് വാക്സിൻ കിട്ടാനില്ല. കോവാക്സിന് പേരിന് മാത്രം. ജില്ലയിൽ വാക്സിൻ ക്ഷാമം അതിരൂക്ഷമാകുമ്പോഴും ആളുകൾ കോവാക്സിനോട് മുഖം തിരിക്കുകയാണെന്ന് വിദഗ്ധർ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമാണ് മലബാർ സമരമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കുട്ടി അഹമ്മദ് കുട്ടി. തിരൂർ ജില്ലാ ആശുപത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി സന്ദർശിക്കണമെന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ. ജില്ലാ ആശുപത്രിയിലെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP ധർണ നടത്തി. കേരളത്തിൽ കോവിഡ് പ്രതിദിന കേസുകൾ താഴോട്ട്. 29,682 പേർക്ക് രോഗം. പരിശോധിച്ചത് 1,69,237 സാമ്പിളുകൾ. DPR 17.54%. 25,910 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് വീണ്ടും 1000 കടന്നു പ്രതിദിന രോഗികൾ. 3,166 പേർക്ക് രോഗബാധ. 2,805 പേർക്ക് രോഗമുക്തി. വാർത്തകൾ വിശദമായി. കോവിഡ് പ്രതിരോധത്തിന്റെ മൂന്നാം ഘട്ടം വിവിധ വാരിയർ ക്യാമ്പയിനുമായി സർക്കാർ. വിവിധ വാരിയർ ക്യാമ്പയിന്റെ ലോഗോ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ഡൌണും രാത്രികാല കർഫ്യൂവും തുടരാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ കോവിഡ് മൂന്നാം തരംഗം ആഞ്ഞുവീശാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പരിപാടിയുടെ അടുത്ത ഘട്ടം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. ബി ദ വാരിയർ ക്യാമ്പയിനാണ് തുടക്കമായത്. അടുത്ത ഘട്ടം കോവിഡ് പ്രതിരോധത്തിനുള്ള ബി ദ വാരിയർ ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ലോഗോ ബഹുമാന്യയായ ആരോഗ്യമന്ത്രിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബി ദ വാരിയർ ക്യാമ്പയിൻ്റെ അടിസ്ഥാന സന്ദേശം നമുക്കെല്ലാവർക്കും കോവിഡ് പ്രതിരോധ പോരാളികളാകാമെന്നതാണ്. സ്വയം പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അതിനായി എല്ലാവരും സ്വയം ഇതിൻ്റെ ഭാഗമായി കോവിഡ് പ്രതിരോധ പോരാളികളായി മാറുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം മികച്ചതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡ് മഹാമാരിയുടെ ആദ്യ നാൾ മുതൽ കേരളം സ്വീകരിച്ചു വരുന്ന പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമാണെന്നാണ് പൊതുവെ എല്ലാവരും ആ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടത്. വാർഡ് തല സമിതിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ മാസം തന്നെ വാക്സിനേഷൻ പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും ഈ മാസം തന്നെ ആദ്യ ഡോസ് വാക്സിൻ നൽകാനാണ് നമ്മുടെ സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്രത്തോട് കൂടുതൽ വാക്സിൻ നൽകാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് രോഗിയുള്ള വീട്ടിലെ എല്ലാവരും കർശനമായ ക്വാറന്റൈൻ പാലിക്കണം. വാക്സിനേഷൻ കുറഞ്ഞ പ്രദേശങ്ങളിൽ പ്രത്യേക യജ്ഞം സംഘടിപ്പിക്കും. ഞായറാഴ്ചയിലെ ലോക്ഡൌണും രാത്രി കർഫ്യൂവും തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ചൊവ്വാഴ്ച എടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പം എല്ലാ ദിവസവും രാത്രികാല നിയന്ത്രണം രാവിലെ 10 മുതൽ 6 വരെയുണ്ട്. ഇത് തുടരണമെന്നാണ് ഇന്ന് കണ്ടത്. ഞായറാഴ്ചയുള്ള ലോക്ക്ഡൗണും അതും തുടരേണ്ടതാണ് എന്നാണ് ഇന്ന് കണ്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ചൊവ്വാഴ്ച നടത്തും. മലപ്പുറത്ത് കോവിഷീൽഡ് വാക്സിൻ കിട്ടാനില്ല. കോവാക്സിൻ ആകട്ടെ പേരിന് മാത്രമാണുള്ളത്. ജില്ലയിൽ വാക്സിൻ ക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കോവിഷീൽഡ് ഇല്ലെങ്കിലും ആളുകൾ കോവാക്സിനോട് മുഖം തിരിക്കുകയാണെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നു. വ്യാഴാഴ്ചയാണ് കോവിഷീൽഡ് ജില്ലയിൽ തീർന്നത്. എന്നാൽ കോവിഷീൽഡ് പൂർണ്ണമായും തീർന്നെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയ 6 ജില്ലകളിൽ മലപ്പുറം ഉൾപ്പെട്ടിട്ടില്ല. 4 ദിവസം മുമ്പാണ് ജില്ലയിൽ 50,000 ഡോസ് വാക്സിൻ എത്തിച്ചത്. ഊർജിത വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇത് ഒന്നിനും തികയാത്ത അവസ്ഥയാണ്. കോവിഡ് മൂന്നാം തരംഗ മുന്നറിയിപ്പുകളെ തുടർന്നാണ് 1 ഡോസ് വാക്സിനെങ്കിലും മുഴുവൻ പേർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ ഊർജിത വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ജില്ലയിൽ 18 വയസ്സിന് മുകളിലുള്ള 26.74 ലക്ഷം പേർക്കാണ് ഇതുവരെ വാക്സിൻ നൽകിയത്. 20.12 ലക്ഷത്തോളം പേർക്ക് 1ാം ഡോസ് വാക്സിൻ നൽകി. 1ാം ഡോസ് വിതരണം പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും 15 ലക്ഷത്തോളം ഡോസ് വാക്സിൻ ലഭ്യമാക്കേണ്ടതുണ്ട്. കോവിഷീൽഡ് ആദ്യ ഡോസ് സ്വീകരിച്ച് 84 ദിവസം മുതൽ 112 ദിവസത്തിനുള്ളിലാണ് 2ാം ഡോസ് സ്വീകരിക്കേണ്ടത്. കോവാക്സിൻ ആദ്യ ഡോസ് എടുത്ത് 28 ദിവസം കഴിഞ്ഞ് 42 ദിവസത്തിനുള്ളിൽ 2ാം ഡോസും സ്വീകരിക്കണം. നിലവിൽ കോവിഷീൽഡ് 2ാം ഡോസ് ലഭിക്കുന്നതിന് കാലതാമസമുണ്ട്. ആശാപ്രവർത്തകർ മുഖേന 2ാം ഡോസ് ലഭിക്കേണ്ടവരുടെ കണക്കെടുത്ത ശേഷം ഇവർ മുഖാന്തരമാണ് വാക്സിൻ തീയതി അറിയിക്കുന്നത്. തുടക്കം മുതൽ
കോവാക്സിന് ജില്ലയിൽ ആവശ്യക്കാർ കുറവാണ്. ഗൾഫ് രാജ്യങ്ങൾ കോവാക്സിൻ അംഗീകരിക്കാത്തതിനാൽ പ്രവാസികൾ കോവിഷീൽഡിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ഈ പ്രചാരണം കോവാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണവും കുറച്ചു. കോവാക്സിൻ സ്വീകരിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നും ഇരു വാക്സിനുകളും ഒരുപോലെ ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ ബോധവത്കരിക്കുമ്പോഴും വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ക്വാർട്ടേഴ്സുകൾക്ക് ലക്ഷറി ടാക്സ് ഏർപ്പെടുത്തിയത് പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യം ന്യായമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA. ക്വാർട്ടേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥലമില്ലാത്തവർക്കും പാർപ്പിട സൗകര്യമില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്കും തൊഴിലാളികൾക്കും താമസ സൗകര്യമൊരുക്കുന്ന ക്വാർട്ടേഴ്സ് ഉടമകൾ വാടക ഈടാക്കുന്നുണ്ടെങ്കിലും വീടുണ്ടാക്കുന്നവർ വീടാകുന്നതുവരെ അവർക്ക് സൗകര്യമൊരുക്കുന്ന ക്വാർട്ടേഴ്സ് ഉടമകൾ രാഷ്ട്രസേവന രംഗത്ത് പങ്കാളികളാണെന്ന് തിരു MLA കുറുക്കോളി മൊയ്തീൻ അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾക്ക് ലക്ഷറി ടാക്സ് ഏർപ്പെടുത്തിയത് പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യം ന്യായമാണെന്നും MLA പറഞ്ഞു. ക്വാർട്ടേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭാ വൈസ് ചെയർമാൻ P. രാമൻകുട്ടി, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP. അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. സംഘടനാ പ്രസിഡന്റ് ആഷിഫ് കണ്ടാത്ത് അധ്യക്ഷനായിരുന്നു. SLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മൊയ്തീൻ മൂപ്പൻ, ചിൻഡു ഷെരീഫ്, ഉമ്മർ കാളിയാടൻ, സമദ് മുത്താണിക്കാട, ഷാഫി പുളിക്കൽ, കുഞ്ഞാലൻകുട്ടി, VV രവി ചമ്രവട്ടം, സാഹിർ ആലത്തിയൂർ, ബഷീർ KP തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് മണ്ടകത്തിങ്കൽ സ്വാഗതവും ബഷീർ നന്ദിയും പറഞ്ഞു. KSTA അധ്യാപിക കലാവേദി ജ്വാല തയ്യാറാക്കിയ കനൽപൊട്ട് കവിതയുടെ ദൃശ്യാവിഷ്കാരം, വീഡിയോ പ്രകാശനം മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു. ജ്വാല ലോഗോ പ്രകാശനം KSTA സംസ്ഥാന സെക്രട്ടറി ബദറുന്നിസ നിർവഹിച്ചു. KSTA അധ്യാപിക കലാവേദി ജ്വാല തയ്യാറാക്കിയ കനൽപൊട്ട് കവിതയുടെ ദൃശ്യാവിഷ്കാര വീഡിയോ പ്രകാശനം മുരുകൻ കാട്ടാക്കട ഓൺലൈൻ വഴി നിർവഹിച്ചു. തിരൂർ സബ് ജില്ലാ വനിതാ കലാവേദി ജ്വാല കൂട്ടായ്മ എന്റെ കനൽപൊട്ട് എന്ന കവിത അതിഗംഭീരമായ ദൃശ്യാവിഷ്കാരം നടത്തിയിരിക്കുന്നു. ആശംസകൾ. എല്ലാം ഇതിന് പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ KSTയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അഭിമാനങ്ങളായ അധ്യാപികമാർ ആണ് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം. ഞാനും ഒരു അധ്യാപകനാണ്. ചടങ്ങിൽ ജ്വാലയുടെ ലോഗോ KSTA സംസ്ഥാന സെക്രട്ടറി ബദറുന്നിസ ടീച്ചർ പ്രകാശനം ചെയ്തു. നമ്മുടെ വീട്ടകങ്ങൾ പോലും സുരക്ഷിതമല്ലാത്ത രൂപത്തിൽ നമ്മുടെ സ്ത്രീകൾ നിരന്തരം പീഡനത്തിന്, ഗാർഹിക അതിക്രമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ തന്നെ ധനമാണ് എന്ന ധാരണയ്ക്ക് പുറമെ സ്ത്രീ വില കുറഞ്ഞവളും ധനം ബലം കൂടിയതുമായി സ്ത്രീയോടൊപ്പം മറ്റൊരു സ്ത്രീധനം കൂടി ചേർന്നാലേ സ്ത്രീക്ക് ഭാവിയുള്ളൂ, കുടുംബജീവിതമുള്ളൂ എന്ന പശ്ചാത്തലത്തിൽ സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്താൻ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നിൽ നിൽക്കുന്നു എന്നത് അഭിമാനകരമാണ്. KSTA കുട്ടിക്കൊരു വീട് പദ്ധതിയിലേക്കുള്ള ജ്വാലയുടെ സംഭാവന പ്രസിഡന്റ് ബിന്ദു ടീച്ചർ പദ്ധതി കൺവീനർ സിയാദ് മാസ്റ്റർക്ക് നൽകി. പ്രസിഡന്റ് ബിന്ദു അധ്യക്ഷത വഹിച്ചു. ജ്വാല സെക്രട്ടറി കാർത്തിയാനി സ്വാഗതവും ജിഷ നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി നിർവഹിച്ചു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആപാലവൃദ്ധം ജനങ്ങളും, ഇതിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരെല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുവാനും അവരുടെ സേവനങ്ങളെ നന്നായി കാണാനും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ നമുക്ക് ഓൾറെഡി എസ്റ്റിമേറ്റ് എടുത്ത പ്രവർത്തികൾ 7 ലക്ഷം രൂപയുടെ ഒരു ടോയ്ലറ്റ് പുതുതായി നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട്. പലപ്പോഴും ആക്ഷേപങ്ങൾ വരാറുണ്ട്. ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ എവിടെ നോക്കിയാലും ടോയ്ലറ്റുകളാണ് കാണുക എന്ന ഒരു ആക്ഷേപം. അതായത് ടോയ്ലറ്റ് സാനിറ്റേഷൻ ഫണ്ടുകൾ ചെലവഴിക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ ടോയ്ലറ്റ്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സ്കൂളിന് മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള നവീകരണ പ്രവൃത്തികൾക്കാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചത്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ IV അബ്ദുൽ സമദ്, റജീന ലത്തീഫ്, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുഞ്ഞായിഷക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NA നസീർ,
ഒ സെയ്ദാലി, ടി എ റഹീം, PTA പ്രസിഡന്റ് എം പ്രകാശൻ, പ്രിൻസിപ്പൽ VR അനൂപ്, പ്രധാനാധ്യാപിക ശോഭ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MA റഫീഖ്, ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, ഐസക്, മിനി, DA ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു. ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫിയെ PTA ഭാരവാഹികൾ പൊന്നാട അണിയിച്ചു. ഒരു ഇടവേള. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമാണ് മലബാർ സമരമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കുട്ടി അഹമ്മദ് കുട്ടി അഭിപ്രായപ്പെട്ടു. താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച 1921 ധീര പോരാളികൾക്ക് പിൻതലമുറയുടെ സ്മരണാഞ്ജലി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര ചരിത്ര നിഘണ്ടുവിൽ നിന്ന് വെട്ടിമാറ്റിയാലും മലബാർ സമര ചരിത്ര സത്യം വിസ്മരിക്കില്ലെന്ന് താനൂരിൽ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച 1921 ധീര പോരാളികൾക്ക് പിൻതലമുറയുടെ സ്മരണാഞ്ജലി എന്ന സംഗമം അഭിപ്രായപ്പെട്ടു. താനൂർ TVS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കുട്ടി അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ മുസ്ലിങ്ങളും ദളിതരും മറ്റു പിന്നോക്ക വിഭാഗങ്ങളും അടക്കം ഊരും ഉയിരും നൽകി ഒരു നാട് ഒരുമിച്ച് നടത്തിയ ചെറുത്തുനിൽപ്പിനെ അപഹസിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് രാജ്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കെ കുട്ടി അഹമ്മദ് കുട്ടി അഭിപ്രായപ്പെട്ടു. ഇത് ഫാസിസത്തിന്റെ ഒരു ലക്ഷണമാണ്. ഏറ്റവും വലിയ ലക്ഷണമായി ഫാസിസത്തിന്റെ ലക്ഷണമായി പറയാറുള്ളത് സത്യത്തെ മുഴുവൻ തിരസ്കരിക്കും, പകരം വിത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കും. ഒരു കാര്യം അവരോർത്താൽ കൊള്ളാം, അവരെത്ര ശ്രമിച്ചാലും ഒരു പക്ഷെ അവർക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ, ഔദ്യോഗിക ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയും. അവരുടെ വിഷനാവ് കൊണ്ട് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ കഴിയും. പക്ഷേ കാലത്തിൻ്റെ ചുവരിൽ നിന്ന് മതേതര വിശ്വാസികളുടെ, ഇനിയും ജനിക്കാനിരിക്കുന്ന മതേതര വിശ്വാസികളുടെ മനസ്സുകളിൽ നിന്ന് ഈ സമരത്തിൻ്റെ മഹത്വം മായ്ച്ചു കളയാൻ കഴിയില്ല എന്ന് അവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയത്തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് മലബാർ സമരമെന്നും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കാൻ കഴിയില്ലെന്നും മലബാർ സമര പോരാളികളുടെ പങ്കിനെ ചെറുതായി കാണാൻ കഴിയില്ലെന്നും സാഹിത്യകാരൻ P. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, അബ്ദുറഹ്മാൻ ഇടത്താണി, PA റഷീദ്, മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP അഷ്റഫ്, നൂഹ് കരിങ്കപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. പോർച്ചുഗൽ ആധിപത്യം ഇവിടെ വരുമ്പോൾ വാസ്കോഡി ഗാമയുടെയും വരവും കെബ്രാളിന്റെ വരവും അതിന്റെ പശ്ചാത്തലവും അന്നവർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച പൊന്നാനിയിലെ മഹമ്മദ് ഒന്നാമനാണ് ആദ്യമായി തഹരീർ എന്ന ഗ്രന്ഥമെഴുതി പോർച്ചുഗൽ ആധിപത്യത്തിനെതിരെ സമൂഹത്തെ ചിന്തിപ്പിച്ചു. അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചത് ശരിക്കും ഗാന്ധിജി പിന്നീട് ഈ രാജ്യത്ത് പ്രഖ്യാപിച്ച അതേ പ്രഖ്യാപനം തന്നെയാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം അവരോട് സഹകരിക്കാൻ പാടില്ല. അങ്ങനെയാണ് മഹമ്മദ് ഒന്നാമന്റെ തഹരീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. ചെറിയൊരു കവിതയാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ജനങ്ങളെ നിങ്ങൾ പറങ്കികളെ സഹായികളായി എടുക്കരുത്, അവരെ കൂട്ടുകൂടരുത്. നിങ്ങൾക്ക് എന്ത് നാശം സംഭവിച്ചാലും ശരി, നിങ്ങളെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും ശരി, നിങ്ങൾ അവരുമായി സഹകരിക്കരുത്. അങ്ങനെ അവർ നിരീക്ഷിക്കാനുള്ള കാരണം, ഒന്നാമതായി ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും നമ്മുടെ സംസ്കാരത്തെ അവർ നശിപ്പിക്കുന്നു എന്നതാണ്. ചടങ്ങിൽ റഹീമേച്ചേരി പുരസ്കാരം നേടിയ ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് PA റഷീദ്, നെടുമത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്മയിൽ പത്തമ്പാട, പൊന്മണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത N. ഉമ്മറാജി എന്നിവർക്ക് ഉപഹാരം നൽകി. തിരുനടുവിലങ്ങാടി നിയന്ത്രണം വിട്ട മിനി ലോറി മറിഞ്ഞു, ഡ്രൈവർക്ക് പരിക്കേറ്റു. താനൂർ ഭാഗത്തും പച്ചക്കറി കയറ്റി തിരൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പുലർച്ചെ തിരുനടുവിലങ്ങാടിയിലാണ് അപകടം നടന്നത്. ഈ ഭാഗത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്ക ഉയർത്തുകയാണ്. മലബാറിന്റെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളെ അവഹേളിച്ച ICHRന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ക്യാമ്പസ് ഫ്രണ്ട് താനൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിജീവന കലാസംഘം സംസ്ഥാന ട്രഷറർ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മാപ്പിള വീര്യത്തെ മായ്ച്ചു കളയാനാകില്ല, ഷഹീദ് കുഞ്ഞിക്കാതറിന്റെ പിന്മുറക്കാരുടെ പ്രതിഷേധമെന്ന പ്രമേയമുയർത്തിയാണ് ക്യാമ്പസ് ഫ്രണ്ട് താനൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും ആരംഭിച്ച പരിപാടി താനൂർ വാഴക്കത്തെരുവിൽ സമാപിച്ചു. അതിജീവന കലാ സംഘം സംസ്ഥാന ട്രഷറർ T. മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. എനിക്കൊരു ആൺകുഞ്ഞിയാണ് പിറക്കുന്നതെങ്കിൽ അവനെയും ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ രംഗത്തിറക്കുമെന്ന് അന്ന് ഷഹീദ് കുഞ്ഞിമരക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഞങ്ങൾ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇതാ ആൺകുട്ടികളെ തെരുവിലിറങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ പാഠമുണ്ട്. അതിന്റെ
തലമുറയും പിന്മുറക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചരിത്രത്തെ വികലമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ വട്ടം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ നാവടപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ക്യാമ്പസ് ഫ്രണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സുഹൈബ് ഒഴൂർ, കമ്മിറ്റി അംഗം ഫവാസ് ഒഴൂർ, ഏരിയ ഭാരവാഹികളായ സാദിഖ്, ഉമർ മുക്താർ തുടങ്ങിയവർ സംബന്ധിച്ചു. മംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ആദരം 2021 പേരിലൊരുക്കിയ പരിപാടി മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് R മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമക്കുട്ടി, ഡയറക്ടർമാരായ MV കിഷോർ മാസ്റ്റർ, KV റഷീദ് മാസ്റ്റർ, M അലവിക്കുട്ടി, K ഹംസ, N അബ്ദുൽ ഹമീദ്, CM നഷീദ, KV ജിത, K ജമീല തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് ചടങ്ങിൽ മെമന്റോ വിതരണം ചെയ്തു. ബാങ്ക് സെക്രട്ടറി അബ്ദുൽ മജീദ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി P അബ്ദുൽ സമദ് നന്ദിയും പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ തഹ്രീഖ് ക്യാമ്പ് സംഘടിപ്പിച്ചു. താനാൾ ചുങ്കം സുന്നി കാര്യാലയത്തിൽ നടന്ന ക്യാമ്പ് മജീദ് ഫൈസി ആദർശിരി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ തഹ്രീഖ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ചുങ്കം സുന്നി കാര്യാലയത്തിൽ നടന്ന ക്യാമ്പ് മജീദ് ഫൈസി ആദർശിരി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ സലാം സക്കാഫി അധ്യക്ഷനായിരുന്നു. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ക്ഷേമകാര്യ പ്രസിഡന്റ് വടശ്ശേരി ഹസൻ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. സോൺ മെമ്പർ അബ്ദുൽ സമദ് മുട്ടന്നൂർ, സോൺ സെക്രട്ടറി അബ്ദുൽ കരീം ഹാജി, O മുഹമ്മദ് കാവപ്പുര, സിക്കിർ ഹസൻ മീനടത്തൂർ, രായിൻ മുസ്ലിയാർ, അക്ര ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു. താനൂർ സോണിൽ നിന്നും മർക്കസ് നിധിയിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിച്ച യൂണിറ്റുകൾക്കുള്ള മെമന്റോ വിതരണം ചെയ്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരൂർ ജില്ലാ ആശുപത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി സന്ദർശിക്കണമെന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ ജില്ലാ ആശുപത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി സന്ദർശിക്കണമെന്നും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ആശുപത്രിയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെടുകാര്യസ്ഥതയുടെ പര്യായമാണ് ഈ ജില്ലാ ആശുപത്രി. ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രി. പാവപ്പെട്ട രോഗികൾക്ക് എല്ലാ ദിവസവും ഇവിടെ പരിശോധനയ്ക്ക് വരണം. പക്ഷേ ആഴ്ചയിൽ 6 ദിവസം എല്ലാ ആശുപത്രികളിലും പരിശോധനയുണ്ട്. പക്ഷേ ഇവിടെ ആഴ്ചയിൽ 5 ദിവസമാണ്. കാരണം ശനിയാഴ്ച ഈ പരിശോധനയില്ല. ഇന്ന് ഞങ്ങളുടെ സമരമുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി ശനിയാഴ്ച 1-2 ഡോക്ടർമാർ വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശനിയാഴ്ച ഇവിടെ ഇല്ല. മാത്രമല്ല, നമ്മുടെ ഒരു ആശുപത്രിയിലേക്ക് വരുന്ന രോഗിയാ, ആ രോഗി വരുന്ന സമയത്ത് ആ രോഗിക്ക് രോഗം ഭേദമായാൽ പുതിയ മറ്റു രോഗങ്ങൾ പിടിപെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം മലിനജലം, ഒരു ആശുപത്രിക്കകത്ത് ഇത്രയും മലിനജലമുള്ള ഒരു ആശുപത്രി കേരളത്തിൽ മറ്റൊരിടത്തുമില്ല. ആശുപത്രി പരിസര ശുചീകരണം നടത്തി പൊതു ശൗചാലയം ഉപയോഗയോഗ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP മണ്ഡലം പ്രസിഡന്റ് ശശി പരാരബത്ത് അധ്യക്ഷനായിരുന്നു. സത്താർ ഹാജി കള്ളിയത്ത്, ശശി കറുകയിൽ, KP മണികണ്ഠൻ, സുനിൽ പരിയാപുരം, K സുരേഷ്, അനീഷ് കുറ്റിയിൽ, രതീഷ് തെക്കുമുറി, K അശോകൻ, മണികണ്ഠൻ മണ്ണത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രഭാത സവാരിക്കിറങ്ങിയ യുവാവ് ട്രെയിൻ തട്ടി മരണപ്പെട്ടു. തിരൂർ പരന്നേക്കാട് സ്വദേശി തറമൽ അജിത്താണ് മരണപ്പെട്ടത്. രാവിലെ 6:30 സംഭവം. 19 വയസ്സായിരുന്നു. സുനിൽകുമാർ സുനിത ദമ്പതികളുടെ മകനാണ്. സുജിത്, സുനിൽ ലാൽ എന്നിവർ സഹോദരങ്ങളാണ്. ഷാർജയിൽ നിന്നും എത്തിയ യുവാവ് കരിപ്പൂർ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വെട്ടം പടിയം പരേതനായ വെട്ടച്ചിങ്കര അപ്പുവിൻ്റെ മകൻ വിനോജാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 6:30 ഷാർജയിൽ നിന്നും വിനോജ് അവധിയിൽ നാട്ടിലെത്തിയത്. വിമാനത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം എമിഗ്രേഷൻ കഴിഞ്ഞ് കോവിഡ് RT-PCR പരിശോധനയ്ക്കായി നിൽക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടിരുന്നു. ഷാർജയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. ദേവികയാണ് മാതാവ്. സൗമ്യ ഭാര്യയും സ്വാതി മകളുമാണ്. ആരും അനാഥരല്ല എന്ന കവിതയുടെ വീഡിയോ റിലീസിംഗ് തിരൂർ DSP സുരേഷ് ബാബു നിർവഹിച്ചു. ഹുസൈൻകുട്ടി തിരൂർ രചനയും ഷിയാബ് മുറിവഴിക്കൽ ആലാപനവും നിർവഹിച്ച കവിതയുടെ സംവിധാനം നിർവഹിച്ചത് യൂനസ് ബാബുവാണ്. വിളിക്കുമെന്ന് ഞാൻ കാതോർത്തിരുന്നു,
തിരിച്ച് വിളിക്കുമെന്ന് ഞാൻ കാതോർത്തിരുന്നു. വിളിച്ചതോ സൃഷ്ടാവ്. തെരുവുകളിൽ ജീവിതം ഹോമിക്കപ്പെട്ട സമൂഹത്തിന്റെ അവഗണനയും ഒറ്റപ്പെടുത്തലും മാത്രം സമ്പാദ്യമായി അവസാനം ഒന്നുമല്ലാതെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന അനാഥരുടെ ജീവിതത്തിന്റെ പൊള്ളുന്ന ഹൃദയവേദനകളാണ് ആരും അനാഥരല്ല എന്ന കവിതയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. എനിക്ക് ജാതിയില്ല, അനാഥമായത് കൊണ്ട് കർമ്മങ്ങളുമില്ല. ഞാൻ അനാഥനല്ല. ഹുസൈൻകുട്ടി തിരൂർ രചനയും ഷിഹാബ് മുറുവഴിക്കൽ ആലാപനവും നിർവഹിച്ച കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ ക്യാമറ, എഡിറ്റിംഗ്, സംവിധാനം തുടങ്ങിയവ നിർവഹിച്ചത് യൂനസ് ബാബുവാണ്. ചടങ്ങിൽ ഹുസൈൻകുട്ടി തിരൂർ, ഷിഹാബ് മുറുവഴിക്കൽ, യൂനസ് ബാബു, ജംഷീദ് തിരൂർ, മൊയ്തുഷ MP തുടങ്ങിയവർ സംബന്ധിച്ചു. ആരും അനാഥരല്ല എന്ന കവിതയുടെ വീഡിയോ റിലീസ് ഔദ്യോഗികമായി നിർവഹിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും വിജയാശംസകൾ നേരുന്നു. പാചകവാതകത്തിന് പൊള്ളുന്ന വില, മോദി അടുക്കളയും പൊട്ടിക്കുമെന്ന പ്രമേയമുയർത്തി വെൽഫെയർ പാർട്ടി പ്രതിഷേധ പ്രകടനം നടത്തി. തിരു മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി തിരു മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പൂക്കിലങ്ങാടി നടന്ന പ്രതിഷേധത്തിന് മജീദ് പാടമ്പാട്ട്, അഷ്റഫ് അലി TK എന്നിവർ നേതൃത്വം നൽകി. പൂങ്ങോട്ടുകുളത്ത് മജീദ് അന്നാര, അർഷാദ് അന്നാര, പയ്യനങ്ങാടിൽ സഹീർ കോട്ട, മുളിയത്തിൽ കുഞ്ഞുട്ടി എന്നിവരും ചമ്പ്രയിൽ അബ്ദുറഹ്മാൻ ചമ്പ്ര, അഷ്കർ എന്നിവരും നേതൃത്വം നൽകി. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി ഒന്നും കൂടി ഓടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ്, ഈ ഒരു രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതിയിലാണ് ഇങ്ങനെയൊരു സമരത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. ഈ ജനകീയമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം വിലവർദ്ധനെതിരെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്, ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ കോവിഡ് പ്രതിദിന കണക്കുകൾ താഴോട്ട്. 29,652 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,69,237 സാമ്പിളുകൾ പരിശോധിച്ചതിൽ DPR 17.54%. കേരളത്തിൽ കോവിഡ് പ്രതിദിന കണക്കുകൾ താഴോട്ട് വരുന്നതിന്റെ സൂചനകളാണ്. 29,682 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 3,474 രോഗികളുള്ള തൃശൂരാണ് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 24 മണിക്കൂറിനിടെ 1,69,237 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.54%. 142 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 21,422 രോഗം സ്ഥിരീകരിച്ചവരിൽ 28,008 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,357 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 185 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 132 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 25,910 പേരാണ് രോഗമുക്തരായി ആശുപത്രി വിട്ടത്. ഇതോടെ 2,50,065 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 39,09,096 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 6,03,968 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 5,70,557 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലുമായും 33,441 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. 2,780 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 7 മുകളിലുള്ള 296 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 81 എണ്ണം നഗരപ്രദേശങ്ങളിലും 215 എണ്ണം ഗ്രാമപ്രദേശങ്ങളിലുമാണ്. മലപ്പുറത്ത് വീണ്ടും പ്രതിദിന കേസുകളുടെ എണ്ണം 3000 കടന്നു. 3,266 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 2,805 പേർക്ക് രോഗമുക്തിയുണ്ടായി. DPR 17.81%. ജില്ലയിൽ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 26,86,036. മലപ്പുറം ജില്ലയിൽ 3,166 പേർക്കാണ് ശനിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 17.81% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,805 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ ആകെ എണ്ണം 4,72,719 പേരായി. സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയേറ്റുന്നുണ്ട്. 2,980 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 42 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല.
ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 6 പേർക്കും വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 137 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. 76,581 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 33,644 പേർ ചികിത്സയിലാണ്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 805 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 405 പേരും 147 പേർ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും കഴിയുന്നു. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 228 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിലാണ്. ജില്ലയിൽ ഇതുവരെ 26,86,036 പേർക്കാണ് കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം ചെയ്തത്. ഇതിൽ 20,22,063 പേർക്ക് ആദ്യ ഡോസും 6,63,973 പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് നിലവിൽ പ്രതിരോധ വാക്സിൻ നൽകുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ലഭ്യമായ വാക്സിൻ പരമാവധി പേർക്ക് ലഭ്യമാക്കാനുള്ള തീവ്ര നടപടികൾ തുടരുകയാണെന്നും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം പുരോഗമിക്കുകയാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന വ്യക്തമാക്കി. തിരൂർ നഗരസഭയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സീറോ സർവേ ആരംഭിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ തോത് അറിയുന്നതിന്റെ ഭാഗമായി കുട്ടികളുടെ രക്തസാമ്പിൾ ശേഖരിച്ചു. തിരൂർ നഗരസഭയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സീറോ സർവേ ആരംഭിച്ചു. 5-നും 17-നും ഇടയിൽ വയസ്സുള്ള കുട്ടികളിൽ നിന്നും കോവിഡ് വ്യാപനത്തിന്റെ തോത് അറിയുന്നതിന്റെ ഭാഗമായുള്ള രക്തസാമ്പിൾ ശേഖരിച്ചു. നഗരസഭ 5-ാം വാർഡിൽ ഡോക്ടർ ജാവേദ് അനീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ രഘു, ലാബ് ടെക്നീഷ്യന്മാരായ സുജി, സ്മിത, കൗൺസിലർ ജഫ്സൽ, ആശാപ്രവർത്തക സഹീറ, RRT അംഗങ്ങളായ നൌഷാദ്, സുലൈമാൻ, മുഹമ്മദ് കുട്ടി, കബീർ, റിയാസ്, സജീഷ്, ഷംസു എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വ്യാപകമായിട്ട് നടത്തപ്പെടുന്ന സീറോ സർവേ, അതായത് കോവിഡ് വ്യാപനത്തിൻ്റെ തോതും ശൈലിയും വിവിധ ജനവിഭാഗങ്ങളിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേയുടെ തിരൂരിലെ പ്രോഗ്രാം ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഈ സർവേയുടെ ഭാഗമായിട്ട് വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നുള്ള രക്തസാമ്പിളുകൾ പരിശോധിച്ച് കോവിഡ് വ്യാപനത്തിൻ്റെ തോതും ശൈലിയും മനസ്സിലാക്കി അതിന് ഉചിതമായ രീതിയിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനെ പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നഗരസഭയിൽ 85% വാക്സിനേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നഗരസഭ ടൗൺ ഹാളിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ വ്യാഴാഴ്ച മുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇവരിൽ 500-ലധികം തൊഴിലാളികൾ സ്വീകരിച്ചു കഴിഞ്ഞു. തിരൂർ പഴങ്കുളങ്ങര AMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ പഴങ്കുളങ്ങര AMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിജയത്തിനു വേണ്ടി പരിശ്രമിച്ച അധ്യാപകരെയുമാണ് സ്കൂൾ മാനേജ്മെന്റ് അനുമോദിച്ചത്. ആദരം 2021 പേരിലൊരുക്കിയ പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ സ്ഥാപനത്തെ ഒന്നുകൂടി തിരൂരിൽ ഇതിനൊന്നും കൂടി സുന്ദരമാക്കണം. കെട്ടിടം മാത്രമല്ല അതിനകത്തണം. ഇതിനെ വൈകാതെ മറ്റേത് സ്ഥാപനത്തോടും കിടപിടിക്കാവുന്ന ഒരു പശ്ചാത്തല സൗകര്യം കൂടി ഇതിനൊരുക്കി നമുക്ക് ഇതിനെ നിർത്തണം എന്ന് ഞാൻ നിങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരു അൺഎയ്ഡഡ് സ്ഥാപനം എന്ന നിലയ്ക്ക് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന തലത്തിലും എനിക്ക് സഹായിക്കുന്നതിൽ കുറെ പരിമിതികളുണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇതിന്റെ കമ്മിറ്റിക്കാർക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ നോക്കുന്നത്. എയ്ഡഡ് സ്കൂളുകൾക്ക് പോലും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. പിന്നീടാണോ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ? അതുകൊണ്ട് എനിക്ക് അതിൽ പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഉറച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. അധിക ബാച്ച് വേണമെങ്കിൽ ചോദിച്ചോളൂ. അതും ഗവൺമെന്റ് നയം തീരുമാനിക്കേണ്ടതുണ്ട്. അൺഎയ്ഡഡിന് കൂടി കൊടുക്കാൻ സർക്കാരിന്റെ തലത്തിൽ തീരുമാനം ഉണ്ടായാൽ നിങ്ങൾ ആദ്യം പരിഗണിക്കും എന്ന് സൂചിപ്പിക്കും. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കോവിഡ് സാഹചര്യത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട് തന്റെ വിദ്യാർത്ഥികളെ ഓൺലൈനായി പഠിപ്പിച്ച് മുന്നേറിലെത്തിക്കുന്നതിന് നമുക്കറിയാം, ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാനും അതിന്റെ പ്രയാസങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയതാണ്. ഓൺലൈനായി പഠിപ്പിച്ചിട്ട് ഇല്ലാന്നേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ഘട്ടത്തിലും ഇത്തരം ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയ ഈ സ്കൂളിന്റെ അധ്യാപകർക്ക് എല്ലാവരും നന്മകൾ നേരുന്നു. കേടത്തിൽ ഇബ്രാഹിം ഹാജി വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. AMS പ്രസിഡന്റ് കൽപ്പവാവ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ അലി, മുസ്തഫ ഹാജി, പുളിക്കൽ ഹംസ, എർമുട്ടി, നിഷാദ്, ഫാസിൽ, അൻവർ, ബഷീർ, ഷാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ 3ാം ഘട്ടത്തിന് തുടക്കം. വാരിയർ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് നൽകി ലോഗോ പ്രകാശനം ചെയ്തു. ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ക്ഡൌണും രാത്രികാല കർഫ്യൂവും തുടരാനും തീരുമാനം. മലപ്പുറത്ത് കോവിഷീൽഡ് വാക്സിൻ കിട്ടാനില്ല. കോവാക്സിന് പേരിന് മാത്രം.
ജില്ലയിൽ വാക്സിൻ ക്ഷാമം അതിരൂക്ഷമാകുമ്പോഴും ആളുകൾ കോവാക്സിനോട് മുഖം തിരിക്കുകയാണെന്ന് വിദഗ്ധർ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമാണ് മലബാർ സമരമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കുട്ടി അഹമ്മദ് കുട്ടി. തിരൂർ ജില്ലാ ആശുപത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി സന്ദർശിക്കണമെന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ. ജില്ലാ ആശുപത്രിയിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP ധർണ നടത്തി. കേരളത്തിൽ കോവിഡ് പ്രതിദിന കേസുകൾ താഴോട്ട്. 29,682 പേർക്ക് രോഗം. പരിശോധിച്ചത് 1,69,237 സാമ്പിളുകൾ. DPR 17.54%. 25,910 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് വീണ്ടും 1000 കടന്നു പ്രതിദിന രോഗികൾ. 3,166 പേർക്ക് രോഗബാധ. 2,805 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.